ബി.ജെ.പിയുടെ പുതിയ മുഖമായ രാജീവ് ചന്ദ്രശേഖർ അമ്മ വീടായ ആറങ്ങോട്ടുകര കൊണ്ടയൂരിലെത്തും. അമ്മയുടെ ബന്ധുക്കൾ ഇപ്പോഴും കൊണ്ടയൂരിൽ താമസമുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ കുടുംബക്ഷേത്രമായ മുള്ളൂർക്കര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും. തൃശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകര കൊണ്ടയൂർ ആനന്ദവല്ലി അമ്മയുടെയും കണ്ണൂർ കൊടിയേരി സ്വദേശി എം.കെ. ചന്ദ്രശേഖറിന്റെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ. ബിസിനസ്സിൽ പയറ്റിത്തെളിഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയത്തിൽ അത്ര പരിചയമില്ലെങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ പാരമ്പര്യമുള്ള നിലയിൽ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് തിളങ്ങാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഉറപ്പുണ്ട്. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന് ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനം നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യത പോലെ കേരളത്തിൽ ഒരു നേതൃത്വം എന്ന ആശയമാണ് രാജീവ് ചന്ദ്രശേഖറിന് അധ്യക്ഷ പദവിയിലെത്തിച്ചത്. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ കർമ്മമണ്ഡലം മാറുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. കർണാടകയിൽ നിന്നും തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിന് സംഘപരിവാർ പശ്ചാത്തലം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ആടിയുലഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ബി.ജെ.പിക്ക് കൂടുതൽ ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞേക്കും. കേരളം പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രം നടപ്പിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിലൂടെയാകും. കേരളത്തിലെ മുഴുവൻ സമയപ്രവർത്തകനായി രാജീവ് ചന്ദ്രശേഖർ മാറും. എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. നായർ സമുദായക്കാരനാണെങ്കിലും SNDP യോഗവും വെള്ളാപ്പള്ളി നടേശനുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ക്രിസ്ത്യൻ, മുസ്ലിം എന്നീ സമുദായങ്ങളുമായും നല്ല അടുപ്പമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നേതൃത്വം തന്നിലേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ശേഷമാകും കേരളത്തിൽ നിന്നും മടങ്ങുക എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുള്ളത്.